ഭാര്യ താങ്കളുടെ ഭാര്യ മറ്റൊരാളുമായി ഫോൺ ചെയ്യുന്നു എന്ന ഒറ്റ കാര്യത്തിന് താങ്കൾക്ക് ഡൈവോഴ്സ് തരാൻ പറ്റില്ല. അതിന് തെളിവ് വേണം. തെളിവുണ്ടോ? ഇല്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. വീട്ടിലൊരു ഒളി ക്യാമറ വെക്കാം. അയ്യോ എന്തയ്യോ? അല്ല, വീട്ടില് ക്യാമറ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് തൻ്റെ ഭാര്യയുടെയും വീട്ടിൽ വരുന്നു എന്ന് പറയുന്ന തൻ്റെ ഭാര്യയുടെ ജാരൻ്റെയും ദൃശ്യങ്ങൾ അതിൽ പകർത്തുക. എന്നിട്ട് എനിക്ക് അയച്ചു തരാം. താനെന്ത് വൃത്തികേടാണ് പറയണത്? അതെന്താ വൃത്തികേട്? ഞാൻ എന്റെ ഭാര്യയുടെ വീഡിയോ തനിക്ക് അയച്ചു തരാനാ. എന്നിട്ട് വേണം ഇത് വാട്സപ്പിലൊക്കെ പ്രചരിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റാതെ. താനെന്ത് വക്കീലാണോ? അല്ല, ഇത് വൃത്തികേടാണെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ഡൈവോഴ്സ് ചെയ്യണത്? അങ്ങനെ നടന്നോട്ടെ. എന്ത് വൃത്തികേടാണോ ഭാര്യയുടെ വീഡിയോ എടുത്തിട്ട് തനിക്ക് അയച്ചു തരാനാ? അല്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാം. നീയൊക്കെ വക്കീലാണോ? നീയൊക്കെ വോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കാം. പേര വലിച്ചെറിഞ്ഞു. ഒന്നിനും ഞെപ്പില്ല. ഇയാളുടെ ഭാര്യ പോയതിന് എന്നോട് ചൂടായിട്ടെന്ന കാര്യം. വേറെ ആളല്ലേ? വരൂ വരൂ, ഇരിക്കൂ. അഡ്വക്കേറ്റ് ശീതളൻ സാറല്ലേ? അതെ. എന്താ കാര്യം? ഇരുന്നോളൂ ഇരുന്നോളൂ. സാറേ, ഈ കോപ്പറേറ്റീവ് ബാങ്കില് മൊയ്തു എന്ന് പറയേണ്ട ഒരു മാനേജർ ഉണ്ട്. അയാൾക്കെതിരെ ഒരു കേസ് കൊടുക്കണം. എന്തിന്? അത് ഞാൻ അവിടുന്ന് കുറച്ച് പൈസ ലോൺ എടുത്തിരുന്നു. അപ്പം മുഴുവൻ പൈസ ഞാൻ തിരിച്ചടച്ചു കഴിഞ്ഞു. ഇപ്പോഴും അയാൾ എൻ്റെ ആധാരം തരുന്നില്ല. അതെന്താ തരാത്തത്? തരാത്തത് എന്താന്ന് എനിക്കറിയില്ല സാറേ. എന്താ ഈട് കൊടുത്തത്? ഈട് എൻ്റെ 10 സെന്റ് ഭൂമിയുടെ ആധാരമാണ്. ഇപ്പോൾ ആധാരം തിരിച്ചരുന്നില്ല? തരുന്നില്ല. എന്താ കാരണം? കാരണം ഇപ്പം അവിടെ ഭാര്യ ഒരു 30,000 രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ഭാര്യയാണല്ലോ പ്രശ്നം. എന്നിട്ട് അതിപ്പോ ഭാര്യയുടെ പേരിലാണ് ലോൺ എടുത്തത്. അതിനിപ്പോ എന്റെ ആധാരം പിടിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അതിലെന്താ ന്യായം? അല്ല, അതിൽ ന്യായമില്ല. പക്ഷെ എന്നാലും ആ 30,000 അങ്ങോട്ട് തിരിച്ചു കൊടുക്കായിരുന്നു. അതിനിപ്പോ കയ്യിൽ പൈസ ഇല്ല സാറേ, അതാണ്. അപ്പൊ വക്കീൽ ഫീസ്? വക്കീൽ ഫീസ് ഞാൻ എന്തെങ്കിലും നുള്ളി പെറുക്കി തരാം. അത് വക്കീൽ ഫീസ് അല്ലേ? അങ്ങനെ നുള്ളി പെറുക്കി മേടിക്കാൻ എന്തായിരിക്കല്ല ഞാൻ ഇവിടെ. അല്ല സാറേ, അത് ഞാൻ തരാം. സാറ് എന്നെ കൈവിടരുത്, എങ്ങനെയൊന്ന് സഹായിക്കണം. താങ്കളുടെ ഭാര്യയുടെ വായ്പയ്ക്ക് താങ്കൾ ജാമ്യം നിന്നുണ്ടോ? ജാമ്യം നിന്നിട്ടില്ല സാറേ. ഈ വായ്പയ്ക്ക് തന്നെ താങ്കളുടെ ആധാരം ഈടായി കൊടുത്തിട്ടുണ്ടോ? ഈട് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ കേസ് ജയിച്ചു. കേസ് ജയിച്ചു അല്ലേ? സമാധാനായി സാറേ. എന്നാ പിന്നെ ഞാൻ ഈ ലോ പോയിന്റ് അവിടെ പോയിട്ട് പറഞ്ഞിട്ട് വരട്ടെ. അപ്പൊ താങ്കളുടെ വന്ന് എന്തിനാ കേസ് കൊടുക്കാനല്ലേ? അല്ല, കേസും കൂട്ടൊന്നും ഇല്ലാതെ തന്നെ ഈ ലോ പോയിന്റ് അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആധാരം തന്നാലോ? ലോ പോയിന്റ് പഠിക്കാൻ ഇവിടെ വന്നാണ് അല്ലേ? അല്ല എടോ, ഈ ലോ പോയിന്റ് അവിടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ കോടതി കയറ്റണം, എന്നാലേ ആധാരം കിട്ടൂ. അപ്പോ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ? അതിന് താങ്കൾ ഒരു 1000 രൂപ ആദ്യം ഫീ ആയിട്ട് എനിക്ക് തരണം. 1000 രൂപ. ഈ ബാങ്ക് മാനേജറിന്റെ പേരെന്താ? മൊയ്തു. ആ മൊയ്തുവിന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് വക്കീൽ നോട്ടീസായിട്ട് അങ്ങോട്ട് അയച്ചോളാം. ഈ ബാങ്കിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അങ്ങോട്ട് കൊടുക്കാം. 100 രൂപ കുറവുണ്ട്. ഇപ്പൊ ശരി. അപ്പൊ എന്നാ താങ്കളുടെ മറ്റു വിവരങ്ങളൊക്കെ പറഞ്ഞോളൂ. നിങ്ങളെ വക്കീലച്ഛൻ നോട്ടീസ് നമ്മൾ കൈപ്പറ്റിക്കുന്നു. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചേ? ബാങ്കിനെ പറ്റിച്ചാണ്ട് കടന്നു കളയാൻ വിചാരിച്ചു നിങ്ങൾ? സാറേ, അതിനാ ലോൺ എടുത്തത് ഞാനല്ലേ. അത് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചടയ്ക്കാം. അതിൽ നമുക്ക് വിശ്വാസമില്ല. നിങ്ങൾ ലോൺ എടുത്തത് 3 കൊല്ലായി. അതിനിടയ്ക്ക് നിങ്ങൾ ഒരു അടവ് അടച്ചിട്ടില്ല. ഈ ചുരിദാറിന്റെ പീടി തുടങ്ങി നിങ്ങൾ എത്ര ചുരിദാർ തയ്പ്പിച്ചിട്ടുണ്ടാവും? ഇതിന് മാത്രം അടയ്ക്കാൻ നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ. എന്റെ പൊന്ന് സാറേ, അതിന് ആ കടമുറി വാടകയൊക്കെ ആയിട്ട് അതങ്ങ് കഷ്ടി മുഷ്ടി പോണതേ ഉള്ളൂ. അല്ലാതെ അതിന് ഞങ്ങൾക്ക് ഇതിന് മാത്രം വരുമാനം ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. പെങ്ങളെ, അതൊന്നും നമ്മളെടുത്ത് പറയണ്ട. നിങ്ങൾ അടയ്ക്കാനുള്ള പൈസ അടച്ചാലേ ഇയാൾ ആധാരം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്ത് വർത്താനാണ് സാറേ? ഭാര്യ ലോൺ എടുത്തതിന് ഞാൻ ഈടം തന്നിട്ടില്ലല്ലോ, ജാമ്യം തന്നിട്ടില്ലല്ലോ. കണ്ടോ, ലോ പോയിന്റ് വരുന്നുണ്ടോ? ഇതാണ് വിളവ് പഠിച്ചാലുള്ള കുഴപ്പം. എടോ, വായ്പ എടുത്താലേ തിരിച്ചടയ്ക്കണം. അതാണ് അന്തസ്. അല്ലാണ്ട് നമ്മളെ കോടതി കയറ്റലല്ല. ശരി, ഞാൻ നിങ്ങളെ കോടതി കയറ്റുന്നില്ല. കേസ് കൊടുത്താലും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയുള്ള ലോ പോയിന്റ് വെച്ചിട്ടല്ലേ വക്കീൽ നിങ്ങൾക്ക് നോട്ടീസ് അയച്ചത്? നിങ്ങളെ വക്കീൽ അയച്ച നോട്ടീസാണ് ഇതൊക്കെ കിടക്കുന്നത്. നിങ്ങളെ ഓലപ്പാമ്പ് കാണിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കണമെന്നുണ്ട് പറഞ്ഞാളി. ഇങ്ങനത്തെ കടലാസേ ദിവസം ഒരുപാട് കാണുന്നവനാ ഞാൻ. എന്നെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ. ഭാര്യ വാങ്ങിയ വായ്പയുടെ പേരിൽ ഭർത്താവിന്റെ വീട് പിടിച്ചു വെക്കാന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് സാറേ. അതെ, നിങ്ങൾക്ക് നിങ്ങൾ ആധാരം വേണോ? വേണമെന്ന് അതിനല്ലേ ഞാൻ ഈ കയറി ഇറങ്ങുന്നത് ഇവിടെ. അതിന് ഇനിയിപ്പോൾ ഒറ്റ വഴിയുള്ളൂ എൻ്റെ മുന്നിൽ. എന്ത് വഴി? നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് കാണിക്കുന്ന ഒരു രേഖ കൊണ്ടുവരാം. ബന്ധമില്ലാന്നൊക്കെ പറഞ്ഞെങ്ങനെയാ?
അതായത് നിങ്ങൾ കെട്ടിയോനും കെട്ടിയോളായി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ കെട്ടിയോളെടുത്ത തുക അവിടെ കെട്ടി വെക്കാണ്ട് നിങ്ങൾക്ക് ആധാരം കിട്ടൂല. അപ്പം നിങ്ങൾ കെട്ടിയോനും കെട്ടിയോളും അല്ല എന്നുള്ള ഒരു രേഖ, അതായത് നിങ്ങൾ മനസ്സിലെ കൊണ്ട് വേർപിരിയ പറ്റുമോ? വേർപിരിയ എന്താ പോ വയസ്സ് കുറേ ആയില്ലേ, ഒരു മടുപ്പൊക്കെ ഉണ്ടാവില്ലേ ഇല്ലേ? ഉണ്ടോ? എടോ ഞാനിവിടെ വലിയ വലിയ കേസുകൾ എടുക്കുന്നൊരു വക്കീലാ. ഈ സ്കൂൾ മാനേജ്മെൻറ്റ് കേസുകൾ, മതസ്ഥാപനങ്ങളുടെ കേസുകൾ, പിന്നെ അതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ചില ഡൈവോഴ്സ് കേസുകൾ എടുക്കാറുണ്ട്. അതെ 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 അതെ. ഈ പിരിയാൻ നിൽക്കുന്ന യുവമിഥുനങ്ങളെ സ്വതന്ത്രമായി പറന്ന് സഞ്ചരിക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്ന സാമൂഹിക പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത്. വെച്ചോ. സാറേ നമസ്കാരം. അല്ല നമ്മുടെ ആ കേസ് മാറി. ഏത് കേസ്? അല്ല സഹകരണ ബാങ്കിലെ മൊയ്തൂനെതിരെ നമ്മളൊരു കേസ് കൊടുത്തിരുന്നല്ലോ. അങ്ങനെ ഒരു കേസുണ്ടായിരുന്നോ? അതിപ്പോ മാറിയിട്ട് ഞങ്ങളുടെ വിവാഹമോചന കേസായിട്ട് മാറി. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും. സ്വത്ത് തർക്കം, സ്ത്രീധന പ്രശ്നമൊക്കെയായിട്ട് ആളുകളോട് വരും, അവസാനം ഡിവോഴ്സിൽ അവസാനിക്കും. ഇരിക്കും. ഇതിപ്പോ നിസ്സാര കാര്യത്തിനാ സാറേ ഈ സത്യേട്ടൻ എന്നെ ഒഴിവാക്കണേ. ശ്യാമളെ ഇതെങ്ങനെ നിസ്സാര കാര്യമാവുന്നത്? 10 സെന്റ് ഭൂമിയുടെ കാര്യല്ലേ, അതും 5 ലക്ഷം രൂപ വെച്ചിട്ട് സെന്റിന് കിട്ടും അവിടെ. ഇതിപ്പോ ആധാരം കിട്ടാൻ വേറെ വഴിയൊന്നും ഇല്ലാന്ന് പറഞ്ഞ കാരണം, അല്ലാതെ എനിക്ക് മനസ്സുണ്ടായിട്ടൊന്നും അല്ല ഞാനിപ്പോ ഇതിന് സമ്മതിക്കണം. കരയില്ലേ. അയ്യോ ഇങ്ങനെ കരച്ചിൽ വേണ്ട, അപ്പൊ എനിക്കും കരച്ചിൽ വരും. കരയല്ലേ പെങ്ങളെ, അതല്ലേ പറഞ്ഞത്. ശ്യാമളെ കരയല്ലേ. ഇങ്ങോട്ട് നോക്കൂ, സമാധാനമായിട്ടിരിക്കണം കേട്ടോ. അതെ സാറേ, ഇതിലിപ്പോ വിഷമിക്കേണ്ട ആള് ഞാനല്ലേ, സാറല്ലല്ലോ. അപ്പൊ ഞാൻ വിഷമിച്ചോളാം. അല്ല ഞാൻ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരാളാണ്, അത്രേ ഉള്ളൂ. അതിപ്പോ സാറേ ഈ വിവാഹബന്ധം വേർപെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് സാറൊന്ന് പറയും. അതായത് ആദ്യം നിങ്ങൾ കുടുംബ കോടതിയിൽ വിവാഹബന്ധം വേർപെടുത്തുന്നതിനുള്ള സംയുക്ത സമ്മതപത്രം കൊടുക്കണം. എന്റെ സാറേ, ഞങ്ങൾ ഈ പ്രായത്തിൽ ഇനി പിരിയാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഇത് പിരിഞ്ഞ് നാശാവാനായിട്ട് പാലൊന്നല്ലല്ലോ. 1 കൊല്ലം നിങ്ങൾ വേർപിരിഞ്ഞ് വെവ്വേറെ ആയിട്ട് താമസിക്കണം. അതിനുശേഷം മാത്രമേ വിവാഹമോചനം കിട്ടുകയുള്ളൂ. ഇതെങ്ങനെ നടക്കും സാറേ? ഈ പ്രായത്തിൽ ഈ മനുഷ്യന് ഇത്തിരി വെള്ളം ചൂടായി കൊടുക്കാൻ ഞാനേ ഉള്ളൂ. ഒരു മനുഷ്യനില്ല വീട്ടിൽ വേറെ. പരസ്പരം താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ട ആൾക്കാർ ഈ നേരത്തെ ഇങ്ങനെ പിരിയാന്നൊക്കെ വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഇങ്ങനെ കരയല്ലേ ശ്യാമളെ. എന്താ സാറിനെന്താ? ഒന്നുമില്ല. അതെ, ഈ കുടുംബ കോടതിയിലെ നടപടികളൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം. പക്ഷെ കോടതി പറയുന്ന ഒരു തീയതി മുതൽ നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞ് വെവ്വേറെ താമസിക്കും. അതിന് മാറ്റം ഉണ്ടാവില്ല സാറേ. ഇതിലൊരു മാറ്റമില്ല. ഇത് തീരുമാനിച്ചതാണ്. എനിക്ക് എങ്ങനെ പോയാലും എനിക്ക് എന്റെ ആധാരം തിരിച്ചു കിട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, ഇതിൽ ഒപ്പിട്ടോളൂ. കരയരുത് പെങ്ങളെ, കരയരുത്. ഒപ്പിട്ടോ തീരുമാനിച്ചതാണ്. ഇനി അതിൽ കരച്ചിലൊന്നുമില്ല. നോട്ടെ. അതെ ബാക്കിയുള്ള ഞെപ്പില്ല, അതുകൊണ്ടാ. ഒപ്പിട്ടോളൂ. ഇപ്പോഴും പ്ലസും പൂജ്യമൊക്കെ തന്നെ മറന്നിട്ടില്ല അല്ലേ? ഇപ്പൊ ഞങ്ങൾ രണ്ടും രണ്ടായല്ലോ. നിങ്ങൾ 2-2ആയി. ഇനി കോടതി തീരുമാനിക്കുന്നതിനനുസരിച്ച് ആ പറഞ്ഞ ഡേറ്റ് മുതൽ വേർപിരിഞ്ഞ് താമസിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. തീരുമാനിച്ചു. ആയിക്കോട്ടെ. മറിമായം